എൻ്റെ പേര് സന്ധ്യ. ഇതെൻ്റെ ഭർത്താവ് വിനോദ്. ഞങ്ങൾ കൊല്ലത്തു നിന്നാണ് വരുന്നത്. ഞാൻ അമേരിക്കയിലെ ഹ്യൂസ്റ്റണിൽ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത്. ഓൺലൈൻ ഉടമ്പടി എടുത്തത് 2022 മാർച്ച് മാസത്തിലാണ്. ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയാനുണ്ടായ ഒരു സാഹചര്യം, ഞാൻ എൻ്റെ അമേരിക്കയ്ക്കുള്ള പ്രോസസ്സിങ് ഒരു 16 വർഷമായിട്ട് തടസ്സപ്പെട്ട് കിടക്കുമായിരുന്നു. അപ്പം 16 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ഏജൻസി എന്നോട് പറഞ്ഞു IELTS മാത്രം എഴുതിയാൽ പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ IELTS എഴുതി 2-3 പ്രാവശ്യം എഴുതിയിട്ടും ഞാൻ പാസ്സായില്ല. അങ്ങനെ ഒരു IELTS എക്സാമിന് വേണ്ടി ഒരു സ്ഥലത്ത് പോയി താമസിക്കുമ്പോൾ ഒരു ചേച്ചി എന്നോട് പറഞ്ഞു കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്താൽ മതി, തടസ്സങ്ങളൊക്കെ മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ അന്ന് കരുതി ഇനി ഒരു ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം മാത്രമേ ഞാൻ അടുത്ത IELTS പരീക്ഷ എഴുതത്തുള്ളൂ. അപ്പോൾ ആ പരീക്ഷ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ജയിക്കത്തില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ ഞാൻ ആ 15 ദിവസം റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഉടമ്പടിക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരുന്നു. 15ാമത്തെ ദിവസം റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായിരുന്നു. ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുക്കണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ റിസൾട്ട് വന്ന ആ ദിവസം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. എല്ലാ ഉടമ്പടി പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. ഞാനൊരു നോൺ ക്രിസ്ത്യനാണ്. കുർബാന സ്വീകരിക്കാൻ എനിക്ക് സാധിക്കത്തില്ല. എന്നാലും ഞാൻ ബൈബിൾ വായിക്കുകയും കാരുണ്യ പ്രവർത്തികൾ ചെയ്യുകയും കൃപാസനത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ആ ഓൺലൈനിൽ ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നെ എൻ്റെ അമേരിക്കയ്ക്കുള്ള പ്രോസസ്സിങ് ഭയങ്കര ഫാസ്റ്റായിരുന്നു. ഒരുപാട് തടസ്സങ്ങൾ എനിക്കുണ്ടായി. അവിടുത്തെ USCIS എൻ്റെ പേപ്പറുകൾ കാണാനില്ലെന്ന് വരെ പറഞ്ഞു. മെഡിക്കൽ ചെയ്തപ്പോൾ എൻ്റെ മോൾക്ക് TB ആണെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഭർത്താവിന് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു. അതുപോലെ പറഞ്ഞാൽ തീരാത്ത കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു, ഈശോയും അമ്മയും ആഗ്രഹിക്കുന്നതാണെങ്കിൽ മാത്രമേ എന്നെ കൊണ്ടുപോകാമുള്ളൂ, എനിക്കല്ലാതെ പോകണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല, ദൈവം കൂടി ഇല്ലെങ്കിൽ ഞാൻ പോകത്തില്ല എന്ന് തന്നെ തീരുമാനിച്ചു. അപ്പം ഞാൻ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ 10 മാസത്തിനുള്ളിൽ ഭയങ്കര ഫാസ്റ്റായിട്ട് എനിക്ക് അമേരിക്കയ്ക്കുള്ള വിസ എൻ്റെ കയ്യിൽ കിട്ടി. അങ്ങനെ ഞങ്ങൾ പോയപ്പോഴും ഞാൻ ഈശോയോടും അമ്മയോടും പറയുമായിരുന്നു എന്നെ കൃപാസനത്തിൻ്റെ ഒരു സാക്ഷിയാക്കണം. അതുപോലെ തന്നെ എനിക്ക് മുൻപേ ഈശോയും അമ്മയും അവിടെ ചെന്ന് എന്നെ സഹായിക്കണം. ഞാൻ യെശയ്യാ 45:2-3 വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പ് ഒടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ വചനം ഞാൻ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. കാരണം ഞാൻ ചെന്ന സ്ഥലത്ത് ഞാൻ അറിയുന്ന ആരും ഉണ്ടായിരുന്നില്ല. എനിക്കറിയാത്ത സ്ഥലം, പുതിയ സാഹചര്യങ്ങൾ, എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഈ വചനത്തിൻ്റെ ശക്തിയാൽ ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ ഞങ്ങളുടെ ആദ്യത്തെ ആ 1 വർഷത്തെ സ്ട്രഗിളിലെല്ലാം എപ്പോഴും ദൈവം ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോലും അറിയാത്ത, ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പലരും ഞങ്ങളെ സഹായിക്കാനായിട്ട് ഓടി വന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഈശോയുടെ അമ്മയുടെയും വലിയൊരു ഇടപെടലുണ്ടായി. ഇതാണ് എൻ്റെ 1ാമത്തെ സാക്ഷ്യം. ഇന്ന് എനിക്കും ഹസ്ബൻഡിനും എൻ്റെ മക്കൾക്കും അവിടുത്തെ ഗ്രീൻ കാർഡുണ്ട്. ഇതെൻ്റെ 1ാമത്തെ സാക്ഷ്യമാണ്. 2ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ ഒരു 20 വർഷത്തോളമായിട്ടൊരു തർക്കം ഉണ്ടായിരുന്നു. സ്ഥലം സംബന്ധിച്ച് കുടുംബക്കാർ തമ്മിലുള്ളൊരു തർക്കമായിരുന്നു. അത് ഒരു തരത്തിലും ഒത്തുതീർപ്പാക്കാൻ പറ്റാതെ പല കോടതികൾ കയറി ഇറങ്ങി നടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ പോയിട്ട് അവരുടെ ആ സ്ഥലത്ത് പോയി, തർക്കമുള്ള സ്ഥലത്ത് പോയി ഉപ്പിട്ട് പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അവിടെ കയറാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പം ഞങ്ങളുടെ സ്ഥലം, ഞാൻ ആ സ്ഥലത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ഞങ്ങളുടെ സ്ഥലത്ത് തന്നെ സ്ഥലത്തിന് ചുറ്റും ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ഇതൊന്ന് ഒത്തുതീർപ്പാക്കി തരണേ മാതാവേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ കഴിഞ്ഞ വർഷം എൻ്റെ ഹസ്ബൻഡിനെ അവർ US നിന്ന് തിരിച്ച് വിളിച്ചു. ഞങ്ങളിത് ഒത്തുതീർപ്പാക്കി തരാം, നിങ്ങൾക്ക് പൈസ തരാം, ഇതെങ്ങനെയെങ്കിലും തീർപ്പാക്കണമെന്ന് ആ എതിർ കക്ഷികൾ തന്നെ വിളിച്ച് വരുത്തിച്ച് അത് ഒത്തുതീർപ്പാക്കി. ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു എമൗണ്ട് തന്ന് ആ സ്ഥലത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഒത്തുതീർപ്പാക്കി, പിണക്കങ്ങൾ ഒഴിവായി. അത് കഴിഞ്ഞ് എൻ്റെ ഭർത്താവ് തിരിച്ച് US വന്നപ്പം അവരുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ, അവരുടെ വീട്ടിൽ പോയി അവരുടെ അമ്മയൊക്കെ കണ്ട് സന്തോഷമായിട്ടാണ് പിരിഞ്ഞത്. അത് ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടലാണ്. അല്ലാതെ ഈ കാര്യം ഒരിക്കലും സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനോർത്ത് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു. 3ാമത്തെ കാര്യം എന്ന് പറയുന്നത്, അച്ഛൻ ഹ്യൂസ്റ്റണിൽ വന്നപ്പോൾ ഞാൻ അവിടെ തീർത്ഥാടന ഉടമ്പടി എടുത്തായിരുന്നു. അത് 2024 നവംബറിലായിരുന്നു. ആ തീർത്ഥാടന ഉടമ്പടി എടുത്തപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് നേർച്ച വസ്തുക്കൾ കിട്ടുന്നത്. അപ്പം ഞാനൊരു നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് പുതിയ സാഹചര്യങ്ങൾ, ലാംഗ്വേജ് പ്രോബ്ലം എല്ലാം ഉണ്ടായിരുന്നു. ഭയങ്കര പേടിയുണ്ടായിരുന്നു. ചില പേഷ്യൻസൊക്കെ ഈ നേഴ്സ് പറയുന്നത് മനസ്സിലാകുന്നില്ല എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നും ഞാൻ കരഞ്ഞുകൊണ്ടൊക്കെ പേടിച്ചിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച്
കാശുരൂപമൊക്കെ ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഭയങ്കര ഒരു ശക്തിയാണ്, ഒരു ബലമാണ്. ഞാൻ പോലും അറിയാത്ത രീതിയിൽ അവിടുത്തെ ആൾക്കാർ എന്നെക്കുറിച്ച് നല്ലത് പറയാൻ തുടങ്ങി. ഞാൻ പ്രതീക്ഷിക്കാത്ത ഭയങ്കര ടഫായിട്ടുള്ള 2-3 പരീക്ഷകൾ ഞാൻ പാസ്സായി. ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചതും കാശുരൂപം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതും ഒക്കെ കൊണ്ടാണത് സാധിച്ചതെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ 2-3 റെക്കഗ്നീഷൻസ്, ബെസ്റ്റ് നേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പല പേഷ്യൻസും എന്നെക്കുറിച്ച് എഴുതി കൊടുക്കുക വരെ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും എനിക്ക് ശരിക്കും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. മാതാവിൻ്റെ ഈശോയുടെയും ഇടപെടലും എൻ്റെ ആണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പലർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ രോഗസൗഖ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അവർ വരാൻ സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനത് പറയാത്തത്. എൻ്റെ മക്കൾ ദൈവവിശ്വാസത്തിലേക്ക് കൂടുതൽ വരാനും ബൈബിൾ വായിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ എൻ്റെ ഉടമ്പടി വഴി ഉണ്ടായിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി ഒത്തിരി ശ്രമിച്ചായിരുന്നു. ഡ്രൈവിംഗ് ഇല്ലാതെ അവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ഡ്രൈവിംഗ് അറിയാത്തത് കൊണ്ട് എൻ്റെ ഹസ്ബൻഡിന് ജോലിക്ക് പോലും പോകാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. പിന്നെ ഇദ്ദേഹത്തിന് ജോലിക്ക് ശ്രമിച്ചിട്ടും ഒരു ഗ്രാഫിക് ഡിസൈനറാണ്, ആ പ്രൊഫഷനിൽ ഒരു ജോലി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതൊക്കെ സാധിക്കാതെ ഇങ്ങനെ 2-3 വർഷങ്ങൾ ബുദ്ധിമുട്ടിലായിരുന്നു ഞങ്ങൾ. അപ്പം ഞാനിങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസിന് പോയപ്പം 2 വർഷത്തിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ടൊരു അറ്റംപ്റ്റിന് പോലും തയ്യാറായത്. അത്രയ്ക്ക് എനിക്ക് പേടിയായിരുന്നു. അപ്പം ഞാൻ കാശുരൂപ ഉപയോഗിച്ച് പോയി പ്രാർത്ഥിച്ചുകൊണ്ട് പോയിട്ടും എനിക്ക് അതിൽ പാസ്സാകാൻ പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടായിരിക്കും ഇതിങ്ങനെ സംഭവിച്ചത്. എന്തായാലും ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത്, ദൈവം ആഗ്രഹിക്കുന്നതാണെങ്കിൽ മാത്രം എനിക്കിത് മതി എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം രണ്ടാമത് വേറൊരാൾ എന്നെ പഠിപ്പിക്കാനായിട്ട് വന്നു. ആ പഠിപ്പിക്കാനായിട്ട് വന്നപ്പം ആ പുള്ളിക്കാരൻ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, ഹസ്ബൻഡ് എന്നാ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങളുടെ ഓഫീസിലൊരു വേക്കൻസി ഉണ്ട്, അവിടെ വന്ന് ജോലി ചെയ്യാൻ പറ്റുമോയെന്ന് ഇദ്ദേഹത്തിന് ഫോൺ വിളിച്ച് ഇങ്ങോട്ട് ചോദിച്ച് അവിടെ ഒരു ജോലി കൊടുത്തു. അതൊരു ഭയങ്കര ദൈവാനുഗ്രഹമാണ്. ആ അറ്റംപ്റ്റിൽ എനിക്ക് ലൈസൻസും കിട്ടുകയും ചെയ്തു. അപ്പം ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണ്. എനിക്ക് ആദ്യത്തെ അറ്റംപ്റ്റിൽ അത് കിട്ടാതിരുന്നത്, എൻ്റെ ഭർത്താവിന് ഒരു ജോലി കിട്ടിയതുമെല്ലാം ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യം എന്നോട് കൂടെ ഉള്ളതുകൊണ്ടാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികൾ, ഞാനൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് എൻ്റേതല്ലാത്ത പേഷ്യൻസിനെ പോലും ഞാൻ പോയി കാണുകയും അവരെ ഒത്തിരി സഹായിക്കുകയും അവരുടെ കൂടെ നിൽക്കുന്നവരെയൊക്കെ സഹായിക്കാറുണ്ട്. പിന്നെ ഞാൻ പത്രം വിതരണം ചെയ്യാറുണ്ട്, ഹോസ്പിറ്റലിലൊക്കെ പത്രം കൊടുക്കാറുണ്ട്. കാശുരൂപ ഉപയോഗിച്ചതുകൊണ്ട് എൻ്റെ പല പേഷ്യൻസിനെ ഞാൻ പ്രാർത്ഥിച്ച് അവർക്കൊക്കെ രോഗസൗഖ്യങ്ങളും. എനിക്കൊരു പ്രാവശ്യം ഒരു വയലൻ്റായ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. എനിക്ക് രാവിലെ എന്നോട് ചെന്നപ്പോൾ തന്നെ പറഞ്ഞു ഭയങ്കര വയലൻ്റാണ്, നീ ഒത്തിരി സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ആ മനുഷ്യൻ അറിഞ്ഞാൽ അവർ സമ്മതിക്കത്തില്ല, അറിയാതെ ഞാൻ കാശുരൂപം ഇങ്ങനെ എൻ്റെ കയ്യിലിരുന്ന കാശുരൂപം അദ്ദേഹത്തിൻ്റെ ദേഹത്ത് മുട്ടിച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഐസ് പാക്ക് കൊടുത്ത വെള്ളത്തിൽ ഞാൻ ഉപ്പിട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ആ ഒരു ദിവസം, ആ 12 അവർ ഷിഫ്റ്റിൽ എന്നോട് വളരെ സ്നേഹത്തോടു കൂടിയാണ് പെരുമാറിയത്. എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ അമ്മ മാതാവ് ഈശോ എന്നെ കാത്തുരക്ഷിച്ചു. ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ ദൈവാനുഭവം. പിന്നെ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലൂടെയും എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. എൻ്റെ ജോലിയിൽ ഒരുപാട് സംരക്ഷണം ലഭിക്കുന്നുണ്ട്. എനിക്ക് എല്ലാം ചെയ്യാനുള്ള ഒരു എനർജി അല്ലെങ്കിൽ ഒരു ഭയം എനിക്ക് മാറി കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം എൻ്റെ പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും സാന്നിധ്യമാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ഇത് പറഞ്ഞ പോലെ പത്രം കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കാറുണ്ട്. മരുന്ന് വാങ്ങിക്കാനൊക്കെ ആയിട്ട് ഞാൻ പൈസ കൊടുക്കാറുണ്ട്. വണ്ടിക്കൂലിയൊക്കെ കൊടുത്ത് ആൾക്കാരെ സഹായിക്കാറുണ്ട്. പിന്നെ ഈശോയെ എനിക്ക് പറ്റുന്നവരോടൊക്കെ ഞാൻ ഈശോയെ മാതാവിനെയും കുറിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട്. യൂട്യൂബിലൊക്കെ ഇത് സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. ഇത്രയെല്ലാം അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 52-ാം അധ്യായം 9-ാം വാക്യം. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തോട് നന്ദി പറയും. അങ്ങയുടെ ഭക്തരുടെ മുമ്പിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും, എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് സന്ധ്യ സോമൻ കൊല്ലം തൻ്റെ അനുഭവസാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. തൻ്റെ അനുഭവസാക്ഷ്യം വളരെയേറെ വ്യക്തമായിരുന്നു. വചനത്തിൻ്റെ ശക്തിയാലും സഹായത്താലും ദൈവത്തിൻ്റെ ഇടപെടലിലൂടെയാണ് തന്നെ ഈ ഉടമ്പടി ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. IELTS പാസ്സാക്കുവാൻ അത് സാധിക്കാതെ വരുമ്പോൾ അത് ഉടമ്പടി എടുക്കുവാനുള്ളൊരു കാരണമായിട്ട് മാറുകയും ഉടമ്പടിയോട് ചേർന്ന് കൊണ്ട് തുടർന്ന് ഉറച്ചൊരു വിശ്വാസം ഉടമ്പടിയിൽ വെച്ചുകൊണ്ട് തന്നെയാണ് IELTS എക്സാം എഴുതുകയും അത് പാസ്സാകുവാനായിട്ട് സന്ധ്യ സോമന് സാധിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള കാര്യങ്ങളിലാണെങ്കിലും പേപ്പർ വർക്കുകളുടെ കാര്യങ്ങൾ പ്രോസസ്സിങ് ആണെങ്കിലും അത് വളരെയേറെ നല്ല രീതിയിൽ പരിശ്രമയുടെ ഇടപെടലിലൂടെ അത് സാധിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ
അവിടെ ചെന്നിട്ടാണെങ്കിലും നിരവധിയായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും, ഭാഷയുടെ ആണെങ്കിലും പേടിയുടെയൊക്കെ ഭയങ്ങളൊക്കെ കൂടെ ഉണ്ടായിരുന്നെങ്കിലും അത് പരിശുദ്ധ അമ്മയിലുള്ള ഒരു ഉറച്ച വിശ്വാസം മുമ്പോട്ട് പോകുവാനൊക്കെ സാധിക്കുക ചെയ്തത് ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം 45-ാം അധ്യായം 2-ാം വാക്യം പോലെ തന്നെയാണ്. തനിക്ക് മുമ്പേ തൻ്റെ ദൂതന്മാരെ അയച്ച് അവന് സംരക്ഷണം നൽകുന്നു പറഞ്ഞതുപോലെ ഈ മകളുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ സംരക്ഷണം ഈ മകൾ ചെല്ലുന്ന ഇടങ്ങളിലേക്ക് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കളോടും ഉടമ്പടി കാശുരൂപത്തോടുമുള്ള ഒരൊറച്ച വിശ്വാസം, അത് തൻ്റെ ജോലി മേഖലയിലാണെങ്കിലും ആയിരിക്കുന്ന ഇടങ്ങളിലും അത് പൂർണ്ണമായൊരു പരിശുദ്ധ അമ്മയുടെ സംരക്ഷണയിൽ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുവാനൊക്കെ സാധിച്ചത് ഉടമ്പടിയിലും പരിശുദ്ധ അമ്മയോടും ദൈവത്തോടുമുള്ള ഒരു ഉറച്ച വിശ്വാസവും ഇടപെടലും തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ജീവിക്കുമ്പോൾ ഒത്തിരിയേറെ മനുഷ്യർക്ക് അനുഗ്രഹങ്ങളായിട്ട് മാറുവാനും നല്ല തന്നെ ജീവിതശൈലിയാണ് നൽകുന്നതൊക്കെ പറയാനൊക്കെ സാധിക്കുണ്ടായത് പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണയിൽ ആയതുകൊണ്ട് മാത്രമാണ്. ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിൽ പ്രത്യക്ഷീകരണ സാക്ഷിയാകുവാനും അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയുടെ സാക്ഷിയായിക്കൊണ്ട് ജീവിക്കാനുള്ള അനുഗ്രഹങ്ങൾ സന്ധ്യസ്വമ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒപ്പം നമ്മുടെ നിയോഗങ്ങളും ആവശ്യങ്ങളും പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മളെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് ഉയർത്തണമേ എന്ന് നമുക്ക് എൽത്താരയിൽ പ്രാർത്ഥിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.